ഇന്നെങ്കിലും എനിക്ക് ഈ പുറം ലോകം കാണാൻ പറ്റൂ. കുറേ ദിവസമായി ഇവിടെ കിടന്ന് മരവിക്കുന്നു. എടുത്ത് ഓ ഓ ആ ഗ്യാസ് അങ്ങോട്ട് പോയപ്പോൾ ഒരു സുഖം ഉണ്ടല്ലോ. ആരും ഈ രണ്ട് കണ്ണാടികൾ രാവിലെ തൊട്ട് ഈ ക്യാൻറ്റീനിൽ ഇങ്ങനെ കുത്തിയിരിക്കുകയാണല്ലോ. വേറെ പഠിക്കാനൊന്നും ഇല്ലേ ഇവർക്ക്? എന്തായാലും ഇവിടെ കൊള്ളാട്ടോ. തണുപ്പില്ല, അവിടെ ഭയങ്കര തണുപ്പായിരുന്നു. ഇവിടെ ഒരു സുഖമൊക്കെ ഉണ്ട്. ഇവനെന്താ പിന്നെ എടുത്തിരിക്കുന്നേ? ഇവനല്ലേ കുറച്ച് മുന്നേ കുടിച്ച്? വെറുതെ ഇരുന്ന് ദാഹിക്കുക. അതാ പുറകിലൂടെ ആരോ വരുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഇതാരാ പുതിയത്? ഇവിടെ സംസാരം എനിക്ക് വലിയ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അതെടുത്ത് കുടിക്കുന്നു. എന്തുവാ ഇത് അങ്ങോട്ടായിട്ട് കുടിക്കുക. എന്നാ വെച്ചോ. വെച്ച് ഒരു സമാധാനം. ഇനി കുറച്ച് സമാധാനത്തോടെ ഇരിക്കണം. കുറേ നേരമായി ഇവരിട്ട് എന്നെ കളിപ്പിക്കുന്നു. എത്ര നേരം ഇവരെന്തായി സംസാരിക്കുന്നത്? ഇവന് കിണകിണാച്ചിരിക്കുക. ഇവന് വേറെ പണിയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ആർക്കൊക്കെ ഇവൻ കൊടുക്കുന്നത്? അവിടെ വെച്ചിട്ട് പോയേ. എനിക്ക് വേറെ പണി. അതാ അടുത്ത കൊണ്ട് തീർന്ന് മതി. ഞാനിപ്പോൾ തീരും. എന്തു കഷ്ടമായത്. തീർന്ന്. അത് ശരി, അവസാനം എന്നിട്ട് തേച്ചല്ലേ. ഒരുത്തനെങ്കിലും എന്നോട് സ്നേഹമുണ്ട്. എങ്ങോട്ടാടാ എന്നെയും കൊണ്ട്? പുറത്തോട്ടാണോ? നല്ല ശുദ്ധമായ വായു, നല്ല വെളിച്ചം. എനിക്കിഷ്ടപ്പെട്ടു. കാലങ്ങൾക്ക് ശേഷം ഒന്ന് പുറത്ത് വരുന്നത്. എന്നെ അങ്ങോട്ട് കയറ്റി കളയാണെങ്കിൽ വേസ്റ്റ് ബക്കറ്റിൽ മര്യാദയ്ക്ക് കളയണം, അല്ലാതെ ഇങ്ങനെ ഇട്ട് പോവില്ലേ. ഇത് പോകുന്ന എനിക്ക് വേദനിക്കുന്നു. ആരെങ്കിലും ഇത് പിടിക്കോ? എവിടെയെങ്കിലും ഒന്ന് നിൽക്കാൻ പറ്റുമോ? എക്സ്ക്യൂസ് മീ ഇവിടെ. ഹലോ പോയോ? അതാ കിണുങ്ങി അത് ഒരുത്തി പോകുന്നു. ഹലോ കിങ്ങിണി. ഹലോ. അയ്യോ വേദനിക്കുന്നു. വെള്ളത്തിലാണോ വന്ന് വീണത്? അയ്യോ ഇത് വെള്ളത്തിൽ എന്തിനാ ഞാൻ വന്ന് വീണത്? ഞാൻ പ്ലാസ്റ്റിക്കാ. ദിവസങ്ങൾ കഴിഞ്ഞ് ഇനി ഞാൻ ഇവിടെ കിടന്നാൽ വെള്ളം മലിനമാവും. ഇവിടെയുള്ള മത്സ്യങ്ങളൊക്കെ ചത്തുപോകും. ആരോ വരുന്നത് കേൾക്കുന്നുണ്ടല്ലോ. ഇനിയെങ്കിലും എന്നെ ഇവിടുന്ന് മാറ്റിയാൽ മതിയായിരുന്നു. ഭാഗ്യത്തിന് ഈ ചേട്ടനെങ്കിലും പരിസ്ഥിതിയെ കുറച്ച് ബോധമുണ്ട്. ചേട്ടാ നേരെ പോയൊരു വേസ്റ്റ് ബാസ്ക്കറ്റ് കാണും. ചേട്ടാ അവിടെ വെച്ച് എന്നെ ഇങ്ങനെ അവിടെയും ഇവിടെയും വെച്ച് പോകാൻ പറ്റിയ ഒരാളല്ല ഞാൻ പ്ലാസ്റ്റിക്കാണ്. എന്നെ റെഡ്യൂസ് ചെയ്യുക, റീസൈക്കിൾ ചെയ്യുക, അതും അല്ലെങ്കിൽ എന്നെ റീയൂസ് ചെയ്യുക. ചേട്ടൻ കൃഷിക്കാരനാണല്ലേ, എന്നെ കൊണ്ടുപോയിരിക്കും. അതെ ചേട്ടാ, എന്നെ വെച്ചിട്ട് പോലെ അതാ പോയി. ചേട്ടൻ മറന്നതായിരിക്കും. എന്തായാലും ഇനിയിപ്പോൾ എന്താ ചെയ്യുക? മുടിഞ്ഞ മഴ എന്നെക്കൊണ്ട് എന്തൊരു മഴയാണിത്. കർക്കിടകമാണെന്ന് തോന്നുന്നു. മഴക്കാലമൊക്കെ ആയി. എന്നെക്കൊണ്ട് വയ്യ. ഞാൻ ക്ഷീണിച്ച്. എനിക്ക് വയ്യ. ആരോ വരുന്ന്. ആരോ വരുന്നേ. അവസാനം ആരെങ്കിലും എന്നെ രക്ഷിക്കായിരിക്കല്ലേ. കിടക്കണ്ടായിരുന്നു. ഇനിയിപ്പോൾ അവരെന്നെ എങ്ങനെയാണ് കാണുക? ഹലോ ഹായ്, എന്താ ചെയ്യുക? കുറച്ചുകൂടി വെയിറ്റ് ചെയ്ത് നോക്കാം. ഇവന്മാരിനി കാണൂല എന്നെ. അതാ ഇപ്പം
കാണുമായിരിക്കും. ആ ഇങ്ങോട്ട് തന്നെ, ഇവിടെ ഉണ്ട് ഞാൻ. ഇങ്ങോട്ടും നോക്ക്. ആ ഓ ഇതെവിടെയാ സ്ഥലം? ഇത് ഇത് എന്നെ തൊടരുത്, എന്നെ കടിക്കരുത്, ഞാൻ പ്ലാസ്റ്റിക്കാണ്, നീ ചത്തുപോയേ. അതാ പറഞ്ഞേ, പേടിയുണ്ടാവുന്നത് നല്ലതാ, അന്ധഭയം ഇരിക്കണം. ഞാൻ വെറുതെ പറഞ്ഞതാ, ചവിട്ടരുത്. പേടിപ്പിച്ചു വിടുവല്ലേ? അത് ശരി, നീ ആൾ കൊള്ളാമല്ലോ. അതെ, നീ കാളയാണല്ലേ, ഞാൻ വിചാരിച്ച പശുവാന്ന്. അപ്പോഴേ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ, ആരാ ഇത്? തിരിച്ചു മറിച്ച് നോക്കുന്നുണ്ടല്ലോ, എന്താ കാണാൻ കൊള്ളാവോ? വെള്ളം എന്ത് പറയാനാ, ആ കാളയുടെ കൂടെ നടന്നതിനിപ്പോൾ കാളജീവിതമായിരുന്നു ഞാൻ നയിച്ചിരുന്നത്. അങ്ങനെ തന്നെ കഴുകിക്കോ, എനിക്ക് തന്നെ എന്നെ നാറുന്നുണ്ട്. നീ നല്ല വൃത്തിയിൽ കഴുകിക്കോട്ടോ. ഇതെവിടെ സ്ഥലം? കുട്ടികൾ പഠിക്കുന്നു, നല്ല കുട്ടികൾ പഠിക്കും. ഓക്കെ, ഞാനും പഠിക്കാൻ പോകണോ? എനിക്കും ഇഷ്ടം കേട്ടോ പഠിക്കുന്നതൊക്കെ. പഠിച്ച് നല്ല വളരെ വലിയൊരു ആളാവണം, അതൊക്കെയാണ് എൻ്റെ ആഗ്രഹം. അല്ല, ആൾ പോയോ? ഓക്കെ. ഇതെന്താ? ഇത് പെയിൻ്റ് അല്ലേ? ഇതെന്തിനാ ഇവിടെ കൊണ്ടുവച്ചേ? അയ്യോ, ഇവളെന്താ കാണിക്കുന്നേ? എൻ്റെ തൊലിയല്ലേ കളയുന്നേ? ഹലോ, എന്താ ഈ കാണിക്കുന്നേ? ഇവളൊരു സീരിയൽ കില്ലറാണോ? ഞാനിപ്പോൾ 2 ഭാഗമായി. പ്ലാസ്റ്റിക് ഇങ്ങനെ ഭാഗം മുറിക്കുന്നത് നല്ലതല്ല കേട്ടോ. ഇവരെന്താ ചെയ്യുന്നേ? പെയിൻ്റ് അല്ല അത്. ഓക്കെ, അതെ, എൻ്റെ മേത്താണോ അടിക്കുന്നത്? അതെന്തിനാ എൻ്റെ മേത്ത് അടിക്കുന്നത്? പക്ഷെ നല്ല സുഖമുണ്ട്. ഇത് ഞാനാണോ? കൊച്ചേ, ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചു, സോറി. നിനക്ക് ഇത്രയും കഴിവുണ്ടായിരുന്നു, അതേപോലെ എനിക്ക് ഇത്രയും സൗന്ദര്യം ഉണ്ടായിരുന്നു. വെറുതെ അല്ല എല്ലാവരും പറയുന്നത്, എല്ലാവർക്കും എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള സൗന്ദര്യം ഉണ്ടെന്ന്. ഇത് എങ്ങോട്ട് എന്നെ കൊണ്ടുപോകുന്നത് ഇത്രയും നല്ല സുന്ദരിയാക്കിയിട്ട്? ഇത് കൊള്ളാലോ, താൻ ചെയ്താണോ? അതെ. ഇവർ ടീച്ചറാണോ? അങ്ങനെയാണെങ്കിൽ എനിക്ക് പഠിക്കാനുള്ള എൻ്റെ ആഗ്രഹവും സാധിക്കും. ഇനി ഇവരുടെ കൂടെ നിന്ന് ഞാനും പഠിക്കും, എന്നിട്ട് വലിയൊരാളായി മാറും. ഇത് 11 അല്ലേ? എന്നെ വേസ്റ്റ് ബാസ്ക്കറ്റിൽ എറിയാതെ പുറത്തെറിഞ്ഞിട്ട് പോയാൻ. മാം, അവനെ വിശ്വസിക്കരുത്. അവൻ വിശ്വസിക്കാൻ പറ്റിയ ആളല്ല കേട്ടോ. എനിക്ക് തീരെ വിശ്വാസമില്ല, ഞാൻ സത്യം പറയാം. ഒരു കുട്ടി ഗിഫ്റ്റ് ചെയ്ത. നിനക്കെന്നെ മനസ്സിലായിട്ടില്ലെന്ന് എനിക്ക് നന്നായി മനസ്സിലായി. കാരണം ഇതാണ് ട്രാൻസ്ഫോർമേഷൻ ആൻഡ് ദിസ് ഈസ് റീയൂസ്. റീയൂസ് എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് മാലിന്യത്തെ മറ്റൊരു രീതിയിൽ ഉപയോഗപ്രദമാക്കി അതിന് വേറൊരു പുതിയ ജീവിതം നൽകുക. നിനക്ക് സപ്ലി ഉണ്ടോ എഴുതിയെടുക്കാൻ? നന്നായി. പക്ഷേ നിന്നെ മൊത്തത്തിൽ കുറ്റം പറയുന്നത് ശരിയല്ല. നീ കാരണമാണ് എനിക്ക് ഇങ്ങനൊരു നല്ലൊരു പുതിയ ജീവിതം ലഭിക്കുന്നത്. താങ്ക്സ് ഫോർ ദാറ്റ്.